शरणागतवत्सल सारनिधे परिपालय मां वृषशैलपदे ആദ്യത്തെ ടൈമിലും വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈമിലായി തന്നെ വന്നത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് യോഗം വേണം. നമ്മളെ കൊണ്ടുപോകുന്നവർക്കും അതൊരു യോഗം വേണം. അവർ കൊണ്ടുപോയിട്ട് നമുക്ക് നന്നായിട്ട് കാട്ടിത്തരാനുള്ള സൗകര്യം അവർക്കും ഭഗവാൻ ചെയ്യണമല്ലോ. നല്ലല്ലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അവരുടെ ട്രാവൽസിലേക്കും ഇനിയൊരു ചാൻസ് ഭഗവാൻ തരികയാണെങ്കിൽ അതും ഇതിൽ തന്നെ ആയിരിക്കും എന്നാണ്. നല്ല ദർശനം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ പോകുന്ന ഓരോ അമ്പലത്തിനും അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞത് നമ്മളുടെ ടൂർ ഗൈഡ് അവർ പ്രത്യേകം അഭിനന്ദനം ശരിക്കും അവർക്ക് കൊടുക്കണം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. വളരെ സന്തോഷമായി. എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ജൂനിയർ ബാലാജി തൊട്ട് അങ്ങേറ്റം സീനിയേഴ്സ് വരെ ഉള്ളവർ പരമാവധി സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ടൈം കീപ്പ് ചെയ്യാൻ പറ്റി. ദർശനങ്ങളിൽ നേരത്തെ ആരോ ഒരാൾ സൂചിപ്പിച്ചു, യാത്രയുടെ പർപ്പസ് തന്നെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ദർശനം അവ കൃത്യമായി നടത്തി. ശുഭസൂചകമായി അവസാനം നല്ലൊരു മഴയും കിട്ടി. അതിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. കൂടുതൽ ആൾക്കാരുമായിട്ട് ഒരു പരമാവധി യാത്രകൾ നടത്താൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾക്കും അടുത്ത യാത്രകളിലെല്ലാം ഞങ്ങൾ വിളിച്ച് അറേഞ്ച് ചെയ്യാം. ഓക്കെ, എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ എന്താ വെച്ചാൽ എല്ലാ ദർശനമൊക്കെ നല്ല ക്ലിയറായി. എല്ലാ ഭാഗത്തും നല്ലപോലെ തൊഴാൻ പറ്റി.
കൃത്യസമയം പാലിച്ചുകൊണ്ടാണ് അങ്ങനെയെല്ലാം എല്ലാ സ്ഥലങ്ങളിലും തൊഴാൻ കഴിഞ്ഞത്. തിരുവണ്ണാമലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് കഴിയാൻ പറ്റി. അതെന്നെ വലിയൊരു കാര്യമാണ്. എല്ലാ ഭാഗത്തും നമുക്ക് തിരുപ്പതി പിന്നെ നമ്മുടെ സമയം അറിയാമല്ലോ, നമ്മളത് എത്രത്തോളം ഇറങ്ങി തിരിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാകുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതല്ലാതെ വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. മഹാറാണി ട്രാവൽസിനെ ഇനിയും ഒരുപാട് അതുപോലെയുള്ള ഭക്തരെ വഹിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. അതുപോലെ തിരുപ്പതി യാത്ര എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. സാമ്പത്തികമോ എന്തുണ്ടായാലും കാര്യമില്ല, ഭഗവാൻ തന്നെ വിളിച്ചാലേ എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ചെയ്യുന്നുള്ളൂ. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിതം വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്നു. ഓരോ വർഷവും ജീവിതത്തിൽ ഓരോ നല്ല നല്ല അനുഭവങ്ങളായി ഭഗവാന്റെ അനുഗ്രഹം ഇനിയും ഒരുപാട് ഭക്തരെയും കൂട്ടി മഹാറാണിക്ക് വരാൻ കഴിയട്ടെ. ടൂർ ഓപ്പറേറ്റർ എന്നുള്ളതിനപ്പുറം നല്ലൊരു ഗൈഡും കൂടിയായി എല്ലാവർക്കും നല്ല പരിഗണന കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള യാത്രകളും മഹാറാണിയോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നല്ല ദർശനം എനിക്ക് കിട്ടിയത് ഇപ്രാവശ്യം വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞാൻ വരാൻ നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. വന്നപ്പോൾ എനിക്ക് എല്ലാ അമ്പലത്തിൽ നല്ല ദർശനം കിട്ടി. പിന്നെ ആദ്യമായിട്ടാണ് യാത്ര. അമ്പലങ്ങളൊക്കെ നന്നായി ദർശിക്കാനും അതിൻ്റെ സ്ഥലം ആഹാത്മ്യമൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് തൊഴുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണവും ഉണ്ടാവും.